ഉറക്കവും ആരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ജോലി, പഠനം, ഫോൺ ഉപയോഗം തുടങ്ങിയ പല കാരണങ്ങളാലും ഉറക്കത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ പലർക്കും കഴിയാറില്ല. തന്മൂലമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ആലോചിക്കുന്നുണ്ടാവും. സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക്. ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ആവശ്യമായ ഉറക്കം. ഉറക്കം കുറഞ്ഞാൽ ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ബോധവാന്മാരാണ്. ഉറക്കക്കുറവ് മാത്രമല്ല, അമിതമായ ഉറക്കവും അപകടമാണ്. ഇത് രണ്ടും മൂത്രാശയ രോഗസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പുതിയ പഠനം. ഓവർ ആക്റ്റീവ് ബ്ലാഡർ അഥവാ OAB എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത്. നിയന്ത്രിക്കാനാവാത്ത വിധം പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുക, രാവും പകലുമെന്നില്ലാതെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ. പകൽ സമയത്തെ ജോലിക്കിടയിൽ അല്ലെങ്കിൽ മീറ്റിംഗുകൾക്കിടയിലും രാത്രി ഉറക്കമുണർന്നും പലതവണ മൂത്രമൊഴിക്കേണ്ടി വരുന്ന ശീലം നമ്മുടെ സാമൂഹിക ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. ഉറക്കത്തിന്റെ ദൈർഘ്യവും ഉറക്ക പ്രശ്നങ്ങളും മുതിർന്നവരിൽ മൂത്രാശയ സംബന്ധിയായ ആരോഗ്യ പ്രശ്നത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഗവേഷകർ പരിശോധിച്ചത്. ഗ്യാൻഷോ യൂണിവേഴ്സിറ്റി ഓഫ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത്. 2005-നും 2018-നും ഇടയിൽ നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേയിൽ പങ്കെടുത്ത 27,302 മുതിർന്നവരിൽ നിന്നുള്ള ഡാറ്റ അവർ പരിശോധിച്ചു. ആളുകൾ എത്ര നേരം ഉറങ്ങുന്നു എന്നതും ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഉണ്ടാകാനുള്ള സാധ്യതയും തമ്മിലുള്ള ബന്ധമാണ് പഠനഫലങ്ങളിലൂടെ വ്യക്തമായത്. കുറഞ്ഞ ഉറക്കവും അമിതമായ ഉറക്കവും OAB-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഗവേഷകർ നിരീക്ഷിച്ചു. പക്ഷേ രണ്ടും വ്യത്യസ്ത രീതികളിലാണ് എന്നും അവർ മനസ്സിലാക്കി. 6 മണിക്കൂറോ അതിൽ കുറവ് ഉറങ്ങുന്ന ആളുകൾക്ക് 6 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുന്നവരെ അപേക്ഷിച്ച് OAB ഉണ്ടാകാനുള്ള സാധ്യത അല്പം കുറവാണ്. 9 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങുന്ന ആളുകൾക്ക് OAB ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഗവേഷകർ കണ്ടെത്തി. വാസ്തവത്തിൽ അവരുടെ അപകട സാധ്യത ഇരട്ടിയിലധികം കൂടുതലായിരുന്നു. ഉറക്ക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് OAB ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനം കണ്ടെത്തി. പ്രായം, ലിംഗഭേദം, മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ മറ്റു ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പോലും ഈ വ്യക്തികൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത 46% കൂടുതലാണ്. റെസ്ട്രിക്ട് ക്യൂബിക് സ്പൈസ് അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപകരണം ഉപയോഗിച്ച ഗവേഷകർ 6 മണിക്കൂർ ഉറക്കം ഒരു പ്രധാന വഴിത്തിരിവാണെന്ന് കണ്ടെത്തി. ഈ അളവിൽ കുറവുറങ്ങുന്നത് OAB അപകട സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതായി തോന്നുന്നില്ല എങ്കിലും 9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നത് തീർച്ചയായും അത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. സന്തുലിതമായ ഉറക്കത്തിന്റെ പ്രാധാന്യമാണ് ഈ പഠനം എടുത്തു കാണിക്കുന്നത്. 6 മണിക്കൂറിനും 9 മണിക്കൂറിനും ഇടയിലുള്ളതാണ് സന്തുലിതമായ ഉറക്കം. ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുന്നത് പോലെ തന്നെ അമിതമായി ഉറങ്ങുന്നത് മൂത്രാശയ ആരോഗ്യത്തിന് ദോഷകരമാകാം. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മൂത്രാശയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനം കാണിക്കുന്നു. ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നത് OAB ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പതിവായി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ, TV എന്നിവ ഒഴിവാക്കുക. വൈകുന്നേരം കഫീൻ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതും ദോഷകരമാണ്. കൂടുതൽ നേരം മൂത്രം പിടിച്ചെടുക്കാൻ പരിശീലിക്കുകയും ബാത്റൂമിൽ പോകുന്ന ഇടവേളകൾ സാവധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മൂത്രാശയ പരിശീലനവും ഇതിന് പരിഹാരമായി അവർ ശുപാർശ ചെയ്യുന്നു. മൂത്രാശയ പ്രവർത്തനം ഉൾപ്പെടെ ആരോഗ്യത്തിന്റെ പല വശങ്ങളിലും ഉറക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉറക്കത്തിന്റെ ശരിയായ സന്തുലിതാവസ്ഥ സ്വീകരിക്കുന്നത് മൂത്രാശയ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള ആളുകൾക്ക് സഹായകരമായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.